കാസർഗോട്ടുകാർ ഇതിലൊന്നും കുറവൊന്നുമല്ല, പിന്നോക്കമൊന്നും അല്ലല്ലോ. എന്താ പിന്നെ നിങ്ങളെല്ലാം കൊടുക്കുന്ന പൈസ തന്നെയാണ്. ഇഷ്ടംപോലെ പൈസ, നല്ല കാര്യം. ഇന്ന് ഞങ്ങൾ കാറിൽ ചർച്ച ചെയ്ത് വരുന്നതാണ്. ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അവർ നല്ല മാർഗത്തിൽ ചെലവാക്കുകയും ചെയ്യും. എല്ലാം റാഹത്താണ്. കവുങ്ങൾ കൂടുതൽ കുഴിച്ചിട്ടാൽ തന്നെയും പൈസകൾ ചെലവാക്കും ഇഷ്ടം പോലെ. എല്ലാം ഇങ്ങനെ അറ്റം പോലെയുള്ള കവുങ്ങൾ മൊത്തം കുഴിച്ചിട്ട് പെയിന്റ് അടിച്ച് ഈ തോരണവും കെട്ടി ലൈറ്റൊക്കെ ഇട്ട് ഇതിനു വേണ്ടി എത്ര ലക്ഷങ്ങളാണ് ഇസ്രാഫിൽ ചെലവാക്കുന്നത്. അത് നാളെ ആഖിറത്തിൽ ഇടി കിട്ടുന്ന കാര്യങ്ങൾ. ഇതെല്ലാം പൊക്കും ലൈറ്റ് ഇസ്രാഫല്ലേ, എത്രയോ പൈസകൾ ചെലവാക്കല്ലേ. ഇതൊക്കെ ആവശ്യമില്ല. എത്രയോ പാവപ്പെട്ട നാട്ടിലുണ്ട്, അവർക്ക് കൊണ്ട് നമ്മൾ ചെലവാക്കണ്ടേ. അപ്പൊ ഈ പൈസകളൊക്കെ നമ്മൾ ചെലവാക്കുമ്പോൾ ഇതൊക്കെ നാളെ ഇസ്രാഫ്, ഒക്കെ ദൂരത്തിൽ വരും സംഭവം. ലൈറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, പറയുമ്പോ എല്ലാം പറഞ്ഞല്ലേ പറ്റുള്ളൂ. സംഭവം നിക്കാഹിന്റെ മാത്രം ദൂരത്തല്ല, നമ്മളും കാണിക്കുന്ന ദൂരത്തും. അള്ളാഹുവിന്റെ പള്ളികളൊക്കെ നല്ല ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കണം. അത് ലൈറ്റ്, മിന്നുന്ന ലൈറ്റ് ഉണ്ടല്ലോ അലങ്കരിക്കേണ്ടത്. അതൊക്കെ നല്ലതാണ് സംഭവം. അൽഹംദുലില്ലാഹ് ഖൈർ. അപ്പൊ അതുകൊണ്ട് പറയും പെട്ടെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 10 പേര് പറയുമ്പോഴത്തേക്ക് 20,000 രൂപ. ഒറ്റ നോട്ടല്ല. ഇപ്പൊ എന്ത് എളുപ്പമുള്ള കാര്യമാണ്. കൈയൊന്ന് പൊക്കി കഴിഞ്ഞാൽ ആരാ. അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ പഴയ ഇച്ചാമാരൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ് 2-3 പേരൊക്കെ 10 30 പേര് 3 പേര് പോപ്പത്ത് വെച്ച് പറഞ്ഞ 30,000 രൂപയായി. റാഹത്തായി സംഭവമായി. എന്തെങ്കിലും ഒക്കെ നമുക്ക് നിങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ആരും പൈസ തരാത്തത്. അദ്ദേഹമൊക്കെ ഒരുപാട് പൈസ ചെലവാക്കുന്നു. ഇപ്പൊ എന്നോട് പറഞ്ഞ ഉസ്താദ് പ്രസിഡന്റാ, നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ. പല പല ആവശ്യങ്ങൾ വരുമ്പോൾ ഇതിലൊക്കെ ചെലവുകൾ നമ്മൾ കൊടുക്കണമല്ലോ, എല്ലാം ചെയ്യണം. അൽഹംദുലില്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് ആ കുടുംബം വലിയ റാഹത്ത, ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല മാർഗത്തിൽ ചെലവാക്കുന്നുമുണ്ട്. അള്ളാഹു നല്ല ഖൈറായ ബർക്കത്തായ ജീവൻ നൽകി അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. പണം എന്നും പറഞ്ഞ് ഓടാതെ കുറച്ച് ദീനിന്റെ കാര്യത്തിനും കൂടെ വേണ്ടി ഇങ്ങനെ ഓടണം, നമ്മൾ ഓടണം. അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റ് ആവുമ്പോൾ ഓടേണ്ടി വരും. അൽഹംദുലില്ലാഹ്. അപ്പൊ മറ്റേ ചങ്ങാതി ഇളയ ചങ്ങാതി പോയാ ആരിസ് തുടങ്ങെല്ലാരും ഇൻഷാ അല്ലാഹ്. പെട്ടെന്നൊന്ന് പറ, കൈ ഇറങ്ങിപ്പോ ചോദ്യം ഇറങ്ങിപ്പോയി. നമ്മുടെ സംഘാടകർ ഇറങ്ങുമ്പോൾ കത്തരും. തുടങ്ങ പെട്ടെന്ന് 10 പേര് പറയണം. 20,000 രൂപ. അൽഹംദുലില്ലാഹ് അല്ലേ ബർക്കത്ത് ഓരോ ദിവസം. നമ്മുടെ സംഘാടകർ പറഞ്ഞ് കഴിഞ്ഞ വർഷമൊക്കെ അബീർ വാക്കവിന് ഔഷാദ് വാക്കവ് എല്ലാം ഉണ്ടെങ്കിൽ ഉസ്താദ് പ്രസംഗിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇപ്പൊ അവരൊന്നും ഇല്ല. അതുകൊണ്ട് ഉസ്താദ് എന്തെങ്കിലും ഒന്ന് വാങ്ങി തരണം, കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അത് ഏൽക്കണ്ടേ. സമയന നമ്മൾ ഏൽക്കണ്ടേ. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നിയത്ത് ചെയ്ത് പറഞ്ഞു. ഏതെങ്കിലും നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്ത് ഒരാളിനെ ഇവിടെ ആർക്കെങ്കിലും ഇൻഷാ അല്ലാഹ് ദുആ അല്ലാഹു ഇത് സ്വീകരിക്കും. നമ്മുടെ ദുആ അല്ലാഹ് തട്ടിക്കളയില്ല. അല്ലാഹു എന്നെ ഖബൂലാക്കണം. ഒരു പെൺകുട്ടി 50 കിലോ ഇറച്ചിയാണ്. അള്ളാഹ് പേര് പറയാത്ത വ്യക്തി മകന്റെ അസുഖം മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹുവെ പടച്ചവനെ റഹ്മാനെ, നീ അത് ഖബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഈ സദഖയെ നീ സ്വീകരിക്കണേ. അള്ളാഹുവെ റബ്ബേ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. മറ്റൊരു കുട്ടി സ്കൂളില്ലാതെ +2 പഠിക്കുന്ന ഒരു കുട്ടി, അസീന എന്നൊരു വിദ്യാർത്ഥിനി സുഖമില്ലാതെ ആശുപത്രിയിലാണ്. ദുആർക്കാൻ അല്ലാഹു റഹ്മാനായ റബ്ബേ റഹീമായ അല്ലാഹ്, ഖാലിഖായ മാലിഖായ അല്ലാഹ്, ഷാഫിയായ വാഫിയായ മുആഫിയായ അല്ലാഹ്, എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ അല്ലാഹുവെ പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടു കൂടി റഹ്മാനെ ആ കുട്ടിയെ നീ എത്തിക്കണേ. തിരിച്ച് അല്ലാഹുവെ ആശുപത്രിയിൽ നിന്ന് തന്റെ കുടുംബത്തിലേക്ക് വരാനും അല്ലാഹുവെ വീണ്ടും പഠനത്തിൽ ശ്രദ്ധ ചെലുത്താനും റഹ്മാനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. മാതാപിതാക്കളൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഈ തട്ടിക്കൊണ്ടുപോകുന്ന സിസ്റ്റം, ഫേക്ക് ന്യൂസ് ഹീക്ക് ന്യൂസ് എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാതാണ്. ശരി തന്നെയാണ് സംഭവം. പെട്ടെന്ന് കൊണ്ടുപോകുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു, കുട്ടികളുടെ മുട്ടയടിച്ച് മാറ്റുന്നു. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം. കൈയിട്ട് പ്രത്യേകിച്ച് ഈ വടക്കൻ ജില്ലകളിലൊക്കെ കുട്ടികൾ ഈ മദ്രസ എന്നൊക്കെ പറയുന്ന മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ മഗ്‌രിബ് മുമ്പ് എല്ലാം തീരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് നടന്നു പോകരുത്, കൂട്ടത്തോടെ നടന്നു പോകണം. ഏതെങ്കിലും കുട്ടികളോട് ആരെങ്കിലും വഴി ചോദിച്ചാൽ ഒന്നും പറയരുത്, ഓടിക്കൊള്ളണം, സംഭവം വിട്ടോളണം. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും പോകാൻ പാടില്ല. നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. പെൺകുട്ടികൾ വലിയ നമ്മൾ 10, 15, 16, 18 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്കും അവരെയും തട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ ഈ വലയിൽ, മറ്റുള്ളവരുടെ വലയിൽ പെടാതെ നമ്മൾ സൂക്ഷിക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടെത്തിക്കണം സ്കൂളിൽ. അതാണ് എൻ്റെ ഖൈർ. ഇന്നും പത്രത്തിൽ വന്ന് 15 വയസ്സായ ഒരു കുട്ടിയെ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വാർത്തകൾ കണ്ട 15 വയസ്സായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അവസാനം പിന്നെ ഇന്ത്യയൊക്കെ പോലീസൊക്കെ ഇടപെട്ട് അള്ളാഹു തൗഫീഖ് തിരിച്ചു കിട്ടി എന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. അത് എന്തിനാണ്, എന്തിന്റെ വില എന്നറിയില്ല. അപ്പൊ മലേഷ്യയിൽ തന്നെ കണ്ടില്ല, 100-150 കുട്ടികളെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കരളെല്ലാം എടുത്ത് 100-150 കുട്ടികളെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കരളെല്ലാം എടുത്ത്. അള്ളാഹു പടച്ചവനെ റബ്ബേ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഒരു ആനന്ദമാണ്, നമ്മുടെ സന്തോഷമാണ്, നമ്മുടെ അഭിലാഷമാണ് നമ്മുടെ മക്കളാണ്.
അപ്പോൾ എത്ര വലിയ ആവേശത്തോടെ ആയിരിക്കും ഒരു ഉപ്പായെ കാണാതിരിക്കുമ്പോൾ എന്ത് വിഷമമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ മക്കൾക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് കാവലാളുകളാകണം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു രാത്രി പാതിരാത്രി സമയത്തൊന്നും ആരെങ്കിലുമൊക്കെ ബെല്ലടിച്ചാലൊന്നും പെട്ടെന്നൊന്ന് കഥ തുറക്കരുത്. ഒരുപക്ഷെ ഇനി കഥ തുറന്നാലും തുറക്കുന്ന അവിടെ ഒരാൾ നിൽക്കണം. തുറന്നിട്ട് പെണ്ണുങ്ങന്മാർ പെട്ടെന്ന് തുറന്നിട്ട് അങ്ങ് അകത്തേക്ക് കയറും. അല്ലെങ്കിൽ വെളിയിലേക്ക് കള്ളനെ പിന്നാലെ ഓടാൻ പോകും. രണ്ടുപേര് വരും. ഒരുത്ത അകത്തേക്ക് കയറും, ഒരുത്തവൻ്റെ ഇവിടെ ഒരാളും പോകും. ഭയങ്കര ഹിക്മത്താണ് ബിഎഡിന് പഠിച്ചിട്ട് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇൻഷാ അല്ലാഹ്. നമ്മളെ പെണ്ണുങ്ങൾ ഇതുപോലെ വാളിന്റെ സദസ്സിലൊക്കെ പറയണമെന്ന് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടാണ് ഞാൻ എല്ലാ സദസ്സിലും ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എല്ലായിടത്തും കാണുന്നത് കൊണ്ട് പ്രത്യേകമായി എത്തിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഗുണമുള്ള മക്കളാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന കല്യാണമാണ്. പടക്കം പൊട്ടിക്കാനോ? നമ്മുടെ കുട്ടികൾക്ക് ഇത് നമ്മുടെ മക്കള് മാതാപിതാക്കൾ ഇതൊന്നും ശ്രദ്ധിക്കൂല. ഇവര് മക്കള് പോയി പഠിച്ചു പോട്ടെ എന്നാ അവരുടെ ചിന്ത. അതെന്താട്ട് പറഞ്ഞാൽ കേൾക്കൂല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാതെ വരുന്നതിന്റെ ഒക്കെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. ആ പുരയിൽ അവിടെ കല്യാണത്തിൽ അങ്ങനെ ഗാനമേള ഉണ്ടായിരുന്നല്ലോ, നല്ല പാട്ടുണ്ടായിരുന്നല്ലോ, നല്ല സംഗീതം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ പുരയിൽ എന്താ അങ്ങനെ ആയാൽ അതുകൊണ്ട് എനിക്കും എങ്ങനെ ഉണ്ടാക്കണം, എനിക്കങ്ങനെ ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയായിരിക്കും. ഹദീസ് കേട്ടോ, ഇതൊക്കെ നമ്മൾ കേട്ടോ. ഇസ്രാഫ്. അപ്പൊ ദുർവ്യയം അത് നമ്മൾ അരുത്. ദുർവ്യയം അത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കൂടുതൽ തിന്നുന്നത് അല്ലാഹു ഇഷ്ടമല്ല. കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ മാറി പടച്ച റബ്ബേ. ഞാൻ ഈ കാസർഗോഡ് ജില്ലയിലെ പല കല്യാണങ്ങളിൽ ഞാൻ പോയി. റഹ്മാനായ റബ്ബേ, എന്താ ഈ പിന്നെ കബ്സ, ആട്, നല്ല ആടിന്റെ കബ്സ, വെറുതെ ചുമ്മാ അല്ല, അറബികളെ പോലെ കൈയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ ഒക്കെ വന്ന് വേസ്റ്റ് ആയിക്കളെ. വീടില്ല പടച്ചവൻ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ലാ യഅകുലു ഹത്താ യുതാ ബിമിസ്കീൻ. അദ്ദേഹം ഒരു മിസ്കീൻ ഇല്ലാതെ അയാൾ ഭക്ഷണം കഴിക്കില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഫദഖല അലൈഹി മിസ്കീൻ. ഒരു ദിവസം ഒരു മിസ്കീൻ അദ്ദേഹത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സദസ്സിലെത്തി. ഫഅകല കസീറാ. ഒരുപാട് കഴിച്ചു, മിതമായി കഴിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭൃത്യനോട് പറയുകയാണ്, ഫഖാല ലിമൗലാഹു ലാ തദ്ഖുൽ അലാ ഹാദാ അലയ്യ. ഇനി മേലിൽ ഈ വ്യക്തിയെ ഇവിടേക്ക് കൊണ്ടുവരരുതേ. ഇന്നൽ മുഅ്മിന യഅകുലു ഫീ മഇൻ വാഹിദിൻ വൽ കുഫാറു യഅകുലൂന ഫീ സബ്അതി അംആ. സത്യവിശ്വാസിയോ കമാ ഖാല റസൂലുള്ളാഹി. ഇബ്നു ഉമർ പറയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സത്യവിശ്വാസി ഒരു കുടൽ കൊണ്ടാണ് കഴിക്കുക, കുറഞ്ഞ പക്ഷം ഒരു വയറ് കൊണ്ടാണ് കഴിക്കുക, കുറഞ്ഞ രീതിയിൽ. വൽ കുഫാർ, അവിശ്വാസികൾ യഅകുലൂന ഫീ സബ്അതി അമാ, 7 വയറ് കൊണ്ടാണ് കഴിക്കുക. അത്രയ്ക്കും തീറ്റിയാണ്. സത്യവിശ്വാസിയിൽപ്പെട്ടവരല്ല കൂടുതൽ കഴിക്കുന്നവർ സത്യവിശ്വാസികളെ അല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞതായി ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. കൂടുതൽ വേസ്റ്റ് ആക്കരുത്. തിന്നണം. പാവപ്പെട്ട മക്കളെ ഓർക്കണം, പട്ടിണി പാവങ്ങളെ ഓർക്കണം. ഇന്നുവരെ ഇറച്ചി എന്തെന്ന് കണ്ടിട്ടില്ലാത്തവരുണ്ട്, മാംസം കണ്ടിട്ടില്ലാത്തവർ, ബിരിയാണി കണ്ടിട്ടില്ലാത്തവർ. എന്തുകൊണ്ടാണ്? കിട്ടാൻ വഴിയില്ല. ഇത്രയും വിഷമിക്കുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ പുരയിലുണ്ട്. പക്ഷെ നമ്മളതറിയുന്നില്ല. അവര് നല്ല ഉടുപ്പൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും എന്നും കബ്സായിരിക്കും തിന്നുന്നത്, ഒന്നും മന്തിയാ തിന്നുന്നത്. നമ്മൾ ധരിക്കുന്നതാണ്. ഇല്ല, പാവപ്പെട്ടവരാണ്. നമ്മളത് അന്വേഷിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വലാ തുസ്രിഫൂ, ഇസ്രാഫ് പാടില്ല. കഴിച്ചോ, കുടിച്ചോ, പക്ഷേ ഇസ്രാഫ് പാടില്ല. മുഅ്മിനീങ്ങളുടെ ശൈലിയല്ല ഇസ്രാഫ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇസ്രാഫ് ചെയ്യുന്നവർ, ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല.